بسم الله الرحمن الرحيم. على آله الفائزين أما بعد. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ സംഗമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നിങ്ങൾ ഓരോരുത്തരും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വർഷങ്ങളായി 18 വർഷക്കാലമായി ഒരുപാട് പാവപ്പെട്ടവർക്ക് അത്താണിയായി, അവരുടെ കരുതലായി, അവരുടെ സ്നേഹമായി നിങ്ങളെ കൂട്ടായ്മ മാറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാലം ചെയ്തത് മുഴുവനും അതിൽ പങ്കാളിയാവലിൽ നിന്നും കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സുദീർഘമായി എന്ന് പറയുന്നില്ല. നിങ്ങളെല്ലാവരും മാസത്തിൽ ഒരുമിച്ച് കൂടി പരസ്പരം നാട്ടുകാരും കൂട്ടുകാരും കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് കൂടി സ്നേഹം പങ്കിടുക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും പരിശുദ്ധമായ റമദാനിൻ്റെ മുന്നോടിയായി നമ്മൾ എന്തൊക്കെയാണ് അതിനു വേണ്ടി തയ്യാറാകേണ്ടത്, ശാരീരികമായി മാനസികമായി ഒരുങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലെങ്കിലും ഒരുങ്ങാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവർ ഒരുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ സാധിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുണ്യനബിയുടെ ഉമ്മത്തായ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു സമ്മാനമാണ് പരിശുദ്ധമായ റമദാൻ. ഇൽമും ഖുർആനും പ്രകാശമായതുപോലെ തന്നെ റമദാൻ ഒരു പ്രകാശമാണ് എന്നാണ്. ആ പ്രകാശത്തെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ തയ്യാറാവുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ നാവ് കൊണ്ടോ ശരീരം കൊണ്ടോ ചുറ്റുപാടുകളെ കൊണ്ടോ ഒരുങ്ങുന്നതിലുപരി നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ തയ്യാറാവണം. ഒരു വിശ്വാസിക്ക് വളരെ പ്രധാനമായി വേണ്ടത് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുകയും അത് വിശ്വാസിക്ക് നിർബന്ധമായിട്ട് വേണ്ടതാണ്. ഈമാനുള്ളവന്റെ സ്വഭാവമാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ആദരിച്ചതിനെ ആദരിക്കുക എന്നത്. റമദാൻ വളരെ പ്രധാനമാണ്. അപ്പൊ റമദാൻ വരുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ, അതിൽ തയ്യാറാകണമെന്ന ചിന്തയോ ബോധമോ നമുക്കില്ലാതെ പോയാൽ അത് നമുക്ക് വലിയ നഷ്ടമായി മാറും. നമുക്ക് വലിയ നഷ്ടമാണ്. ഈമാനുള്ളവൻ അതിനെ ആദരിച്ച് സ്വീകരിക്കാൻ തയ്യാറാവും. അക്കൂട്ടത്തിൽ ഞാനുണ്ടോ നമ്മളുണ്ടോ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ സാഹചര്യവും അതേപോലെ തന്നെ നമ്മുടെ പരിമിതിയും, ജോലി തിരക്കും മറ്റുകൾക്കിടയിലുള്ള പരിമിതിയൊക്കെ മനസ്സിലാക്കി എങ്ങനെ എനിക്കതിനെ സ്വീകരിക്കാൻ പറ്റും, അതിനാദ്യം തയ്യാറാകുന്ന നമ്മുടെ ഹൃദയമാണ്. കാരണം പ്രകാശത്തെ സ്വീകരിക്കുന്നത് മുഴുവൻ കൽബുകൊണ്ടാണ്. നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഭക്ഷണം വാങ്ങാൻ ഒരു പാത്രവുമായി ചെന്നാൽ ആ കൊണ്ടുപോകുന്ന പാത്രത്തിൽ എന്തെങ്കിലും വേസ്റ്റോ അവശിഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് ആ ചോറ് വിളമ്പി തരുന്നത് തരില്ല. കാരണം അതിൽ അവശിഷ്ടമുണ്ട്. അതേപോലെ തന്നെയാണ് അള്ളാഹു റമദാനിന്റെ പ്രകാശം ഇറക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയം അത് സ്വീകരിക്കാൻ പാകപ്പെട്ടതാവണം. അനാവശ്യമായ അസൂയകൾ, പകകൾ, വിദ്വേഷങ്ങൾ, വൈരാഗ്യങ്ങൾ, അതിന് റജബ് തന്നെ നേരത്തെ പറഞ്ഞാൽ തുടങ്ങുന്നുണ്ട്. റജബ് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് നബിയെ എന്ന് പുണ്യനബിയോട് ചോദിച്ചപ്പോൾ പുണ്യനബിയെ അത് പാപമോചനം കൊണ്ട് പ്രത്യേകമായി അറിയപ്പെട്ടതാണ്. അപ്പൊ റജബിൽ തന്നെ പാപമോചനം, നമ്മൾ തെറ്റിയതായി. ഞാൻ എവിടേക്ക് വരാം.
ഇദാ അദ്നബ അബ്ദുൻ കാനത് നുക്തതൻ മിൻ സൗദാ എന്ന്. ഒരു തെറ്റ് ചെയ്താൽ അത് കറുത്ത പുള്ളിയായി നമ്മുടെ കൽബിലേക്ക് വരും. അടുത്ത തെറ്റ് ചെയ്യുമ്പോൾ അടുത്ത പുള്ളിയായി വരും, അടുത്ത തെറ്റ് ചെയ്യുമ്പോൾ അടുത്ത പുള്ളിയായി വരും. അങ്ങനെ നമ്മുടെ കൽബ് ഇങ്ങനെ കറുത്തോണ്ടിരിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല റജബാകുമ്പോഴേക്കും ഈ റമദാൻ എന്ന പ്രകാശത്തെ സ്വീകരിക്കാൻ നമ്മുടെ കൽബ് പാകപ്പെടണം. റജബിലുള്ള ഖുതുബകളിലൊക്കെ കാണാം, റജബിന്റെ ആയത്തുകളിൽ കാണാം, പ്രധാനമായി വിശ്വാസി അവന്റെ കൽബിനെ ശുദ്ധീകരിക്കണം. ശഅബാൻ ആകുമ്പോഴും പുണ്യനബി അങ്ങനെ തന്നെയാണ് സഹാബത്തിനോട് പറഞ്ഞത്. ആദ്യമായി സഹാബത്തിനോട് പറഞ്ഞത് തഹ്ഹിറൂ അൻഫുസകും. ശഅബാൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തഹ്ഹിറൂ അൻഫുസകും, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ ശരിയാക്കണം എന്ന് പറഞ്ഞാൽ സലാമത്ത് സദർ, ഒന്നുമില്ലാത്ത അനാവശ്യമായ പകയില്ല, വിരോധമില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. കുടുംബത്തോട് പ്രത്യേകിച്ച് അവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ റഹ്മത്ത് റജബുൻ ശഹറുല്ലാഹിൽ അസബ്ബു തുസബ്ബു ബിഹിൽ ബറകാത്ത്, ബറകത്ത് ഇങ്ങനെ ചൊരിയുന്നു. അതേപോലെ ശഅബാൻ എന്ന പേര് കിട്ടാൻ കാരണം തുശഅബു ഫീഹി യതശഅബു ഫീഹി ഖൈറുൻ കസീർ എന്നാണ്. ധാരാളം റഹ്മത്ത് ഖൈർ ചൊരിയപ്പെടുന്നതിന്റെ മാസത്തിന്റെ പേരാണ്. ഇത് കിട്ടാത്തൊരു ഭാഗമാണ്. ലാ തൻസിലു റഹ്മത്തു അലാ ഖൗമി ഫീഹി ഖാതിറു റഹീം. ഈ റഹ്മത്തൊന്നും ഇറങ്ങാത്ത വിഭാഗക്കാരാണ്. പരസ്പരം ഒരു കരുണയും ചെയ്യാത്തവൻ, കുടുംബബന്ധം കുറിച്ച ആള് എന്നതിന്റെ വിശദീകരണത്തിൽ പരസ്പരം കരുണ ചെയ്യാത്തവർ എന്ന് പറയാം. അപ്പൊ നിങ്ങള് കാരുണ്യത്തിന്റെ മനസ്സുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും അവർ റമദാനെ ആസ്വദിക്കാൻ പോകുന്നത്. പടച്ചോനെ സ്വീകരിക്കട്ടെ, സ്വീകരിച്ചാൽ തന്നെ മതി. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ലുഖ്മാൻ തങ്ങളെ ഒരാള് മരുന്ന് വാങ്ങാൻ എന്റെ അടുത്ത് ഒന്നുമില്ല, നിങ്ങൾ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ എന്റെ അടുത്ത് ഒന്നുമില്ലല്ലോ, ഞാൻ എല്ലാം കൊടുത്തിട്ട് ഈ കാര്യം ചെയ്താളാ, എന്നെ കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും, ഞാൻ ഒരു അടിമയായിക്കോളാം, എന്നെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ കിട്ടുന്ന കാശ് കൊണ്ട് മരുന്ന് വാങ്ങിക്കോ എന്ന് പറഞ്ഞു. ലുഖ്മാൻ തങ്ങളെ കൊണ്ടുപോയി വിറ്റു. എന്നിട്ട് ലുഖ്മാൻ തങ്ങളെ കൊണ്ടുപോയിട്ട് ആ കിട്ടിയ കാശ് കൊണ്ട് മരുന്ന് വാങ്ങി എന്ന് ആ സന്തോഷം ലുഖ്മാൻ ഹക്കീം തങ്ങൾ പറയുന്നത് ചരിത്രത്തിൽ കാണാം. അങ്ങനെയാണ് ഈ റഹ്മത്തിന്റെ മനസ്സ് ഇങ്ങനെ പോകുന്നത്. പല ചരിത്രത്തിൽ കാണാം. അവിടെ ഞാൻ കറക്കുന്നില്ല എങ്കിലും ഈ കാരുണ്യമുള്ള മനസ്സിലെ കരുണ കിട്ടുകയുള്ളൂ. നമ്മളിപ്പോ സ്വാഭാവികം ചെയ്യണ്ട, നാളെ റമദാനായ നമ്മളെ പഠിച്ചവനൊക്കെ പുറത്തുവിടുക, എല്ലാം വിട്ടുവിടുക, എല്ലാം മാപ്പിടുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ തയ്യാറാകുകയാണ്. പക്ഷേ നമ്മളാവട്ടെ ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഈ ചോയ്ക്കടയിൽ എന്ത് ലോജിക്കാള്? നമ്മളൊരു മനുഷ്യൻ ചേട്ടനോട് ഇപ്പോൾ തന്നെ കൊണ്ടിട്ടില്ല, അനിയനോട് കൊണ്ടല്ല, വാപ്പനോട് കൊണ്ടല്ല, അളാപ്പാനോട് കൊണ്ടല്ല, അമ്മാനോട് കൊണ്ടല്ല, അമ്മായിനോട് കൊണ്ടല്ല, അയൽവാസിനെ കണ്ടുകൂടാ. ഇങ്ങനെ ഒരാളോടും നമുക്ക് പരസ്പരം ഒരു റഹ്മത്തൊന്നും ചെയ്യാത്ത നമ്മൾ അള്ളാനോട് ഇങ്ങോട്ട് എന്താ കാര്യം? അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ലാ തൻസിലുർ റഹ്മ, കരുണ ഇറങ്ങുകയില്ല. കാരുണ്യമില്ലാത്തവർക്ക് കരുണ ഇറങ്ങുകയില്ല. ഏതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ കൽബ് അതിനെ സ്വീകരിക്കാൻ പാകപ്പെടണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ശരിക്കും ശഅബാനിൽ അതാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ കൽബിനെ ഇങ്ങനെ ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് പടച്ചോൻ ചിന്തിക്കുന്നത്. നമ്മളിപ്പോ സ്വർഗത്തിലെത്തണം. ഇന്നിപ്പോ സുബഹിക്ക് എണീറ്റിപ്പോ ഈ സമയം വരെ ഈ ഇന്നങ്ങൾ ആരാപ്പ ഞാൻ സ്വർഗത്തിൽ ഒന്നിക്ക് പോകേണ്ടിരുന്ന് ആഗ്രഹിച്ച ആരെങ്കിലും ഉണ്ട്? ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലേ? അള്ളാനെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചു? ഇല്ല. പക്ഷെ നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് നടന്നിരുന്ന കൂലി നിങ്ങൾ നല്ലൊരു കാര്യത്തിന് ഒരുമിച്ച് കൂടി സംഗമിക്കുന്നവരാണ്. ആ നടത്തത്തിന് അള്ളാഹ് ഓരോന്നും നമുക്ക് ദോഷം പുറത്തുവന്നിട്ടുണ്ട്. എന്തിനാ? അള്ളാഹ്ക്ക് ഞാൻ സ്വർഗത്തിൽ എത്രയാക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകണം എന്ന് അള്ളാഹ് ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ്. പടച്ചോൻ നമ്മളെ കൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനം അള്ളാന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മളെപ്പോഴും ആലോചിക്കാറേയില്ല. പടച്ചോൻ കവറിലിട്ട് ഇങ്ങനെ നിരക്കും, നരകത്തിലിട്ട് ഇങ്ങനെ കത്തിക്കും, ഇതൊക്കെ തന്നെ നമുക്ക് ഓർമ്മയുള്ളൂ. പടച്ചോന്റെ സ്നേഹം അപാരമാണ്. ആ സ്നേഹത്തെ കുറിച്ചാണ് ശ്രമിക്കുന്നത്. നമ്മളൊന്നും അടുത്തോ നിങ്ങൾക്ക് കൊടുത്തോക്കണ്ടല്ലോ. എത്രയോ ഒരിതാണ് ലോകത്ത് സ്വർഗത്ത് കിടക്കണ 4 വിഭാഗക്കാര് മത്സരിക്കുന്നല്ലേ. ഒന്ന് ഞങ്ങളെ പോലത്തെ മുലിയമാര് പറയും, ഞങ്ങളല്ലേ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തെന്ന് പറയും. ഹജ്ജ് ചെയ്തോരും ശ്രോതാക്കളും സംഭാവന കൊടുത്തോരും ഒരു മത്സരിക്കും, ആ രാജ്യം സ്വർഗത്ത് പോകേണ്ടിയെന്ന് പറയും. അപ്പോ പിന്നെ ആദ്യം ഓരോരുത്തർ പറയും, ഞങ്ങളല്ലേ ഇതൊക്കെ പൈസ കൊടുത്ത് ഇങ്ങനെ എല്ലാവരും സഹായിച്ചിരുന്ന ആൾക്കാരല്ലേ, ഞങ്ങൾക്ക് ആദ്യം പോകണമെന്ന് പറയും. അപ്പൊ ഒരു മലക്കിനെ പഞ്ചായത്തിന് പറഞ്ഞേക്കുന്ന പഠിച്ചു, ആ മലക്ക് വയ്ക്കും അല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്താൽ കൂലിട്ടുന്ന ആരാ പറഞ്ഞത്? ആലിമിങ്ങൾ. ഞങ്ങൾ കൊടുക്കും. ഹജ്ജ് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന ആരാങ്ങളെ പഠിപ്പിച്ച്? ആലിമിങ്ങൾ. ഞങ്ങൾ കൊടുക്കും. ശ്രോതാക്കളോട് നിങ്ങൾ ജീവൻ തന്നെ പണയം പറ്റി ശരീരം കൊടുത്തില്ലേ, അപ്പൊ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്ന ആരാ പറഞ്ഞത്? ആലിമിങ്ങൾ. ഞങ്ങളും കൊടുക്കും. കൊണ്ടി ആദ്യം ആലിമിങ്ങളല്ലേ. അപ്പൊ ആലിമിങ്ങൾ പറയും ഞങ്ങൾക്ക് കൊണ്ടാവും.
ഈ സമൂഹത്തിന് എല്ലാ സേവനവും കൊടുത്ത് അവരുടെ സമ്പത്തും അവരുടെ സമയവും ചെലവഴിച്ച് ദീനിന് സമർപ്പിച്ച ആളുകൾ അവര് പോയിക്കോട്ടെ എന്ന് പറയുന്നു. ആദ്യം മുതൽ വിഭാഗമാണ്. അപ്പൊ എവിടെ നടത്തവും ഇരുത്തവും പ്രവർത്തനവും ഇവിടെ 18 കൊല്ലം ചെയ്ത സേവനമൊക്കെ ഉണ്ടല്ലോ, അത് ആത്മാർത്ഥതയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണല്ലോ. അതുണ്ടായാൽ തന്നെ നമ്മൾ രക്ഷപ്പെടാനാണ്. പക്ഷെ ഏതായാലും ആ റഹ്മത്ത് പോലെ തന്നെ എന്റെ കൽബിന് റമളാൻ എന്ന റഹ്മത്തിനെ സ്വീകരിക്കാൻ പാകപ്പെട്ടു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനാണല്ലോ നമ്മൾ അഹ്ലൽ റമളാൻ എന്ന് പറയുന്നത്. അതിന് എപ്പോ തുടങ്ങണം? ഇപ്പൊ തന്നെ തുടങ്ങണം. ശഅബാനിലും റജബിലും തുടങ്ങാണ്ട് നോമ്പ് 1 ആവട്ടെ, അവരെ നിസ്കാരത്തിനല്ല. റമളാൻ 1 ആവട്ടെ, എന്നിട്ടാണ് നമുക്ക് തൊപ്പിയൊന്ന് വലിച്ചിടാൻ എന്നൊക്കെ വിചാരിക്കല്ലോ. ആ റമളാൻ 1 തുടങ്ങുന്നതിന് 3-4 ദിവസം കഴിയുമ്പോൾ ആവില്ല, മതിയായി, നിർത്തും. ഒരു സംശയവും വേണ്ട. റമളാനെ സ്വീകരിക്കാൻ റമളാൻ 1 തുടങ്ങുന്നവന് റമളാൻ കിട്ടില്ല. റമളാനെ സ്വീകരിക്കാൻ ഇപ്പൊ നിങ്ങൾ അകലൻ റമളാൻ ഇതുപോലെ മാനസികമായി റജബാകുമ്പോൾ തന്നെ നമ്മൾ ദ്വാരക്കാൻ തുടങ്ങി. നമ്മൾ ജമാഅത്തിന് പോകുന്ന ആളുകൾക്ക് അറിയാം, പള്ളിയിൽ ജമാഅത്തിന് പോകുമ്പോൾ ഇവിടെ നമുക്ക് വിദേശത്തിൽ പോയി കേൾക്കില്ലല്ലോ. അല്ലാഹു ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. ഇതിങ്ങനെ ഓർമ്മ വരുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, ആ റമളാൻ വരുന്നു. ആ ചിന്ത റജബിലും ശഅബാനിലും തോന്നുന്നവന് 1 കൊല്ലത്തെ മൈലേജ് കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ശഅബാനിൽ തുടങ്ങുന്നവന് അടുത്ത ശർമാൻ വരെ പ്രത്യേകമായ കാവൽ. ആ റമളാന്റെ ആ അനുഗ്രഹം എങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ പറയില്ലേ, ചില മനുഷ്യന്മാരൊക്കെ മരിച്ചുപോയി, പക്ഷെ ഓരോ പ്രകാശം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആള് മരിച്ചിരിക്കുന്നു, പക്ഷെ എപ്പോഴും ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ അവരെ കുറിച്ച്, അതാണ് പ്രകാശം. അതുപോലെ തന്നെ നമ്മൾ ഇബാദത്തിന്റെ പ്രകാശം, അതിങ്ങനെ നമ്മൾ മരണപ്പെട്ടാലും നമ്മൾ റമളാൻ കഴിഞ്ഞാലും അതിന്റെ പ്രകാശം നമ്മളിൽ ഇങ്ങനെ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് മനസ്സുകൊണ്ട് ആദ്യം തയ്യാറാവുക. ഇതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. മനസ്സിൽ എന്തൊക്കെയാണോ അനാവശ്യമായി കുടിയേറി പാർത്ത് എന്റെ സമയത്തെയും ചിന്തയും, അതാണ് പ്രധാനം. നമ്മൾ ഒരുത്തരോട് വാശിച്ചിരിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥയൊക്കെ ജനറൽ ബോഡി ഒന്നും കൂടി കഴിഞ്ഞാൽ കാണാം, അടുത്ത ജനറൽ ബോഡി ആയിട്ട് അവനെ കാണിച്ചു കൊടുക്കുക. ജനറൽ ബോഡി ഉണ്ടോ പറഞ്ഞേക്കും, അതിന് അടുത്ത ആയിട്ട് അവർ കൊല്ലം നമുക്ക് ഇവിടെ പിന്നെ അങ്ങനത്തെ ഏതായാലും ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷമം ഉണ്ടാവില്ല. നമ്മൾ നാട്ടിലത്തെ അവസ്ഥ ഞാൻ പറയുന്നത് എല്ലാത്ത അവസ്ഥയും, അത് ഏത് ദീന്റെ കാര്യം നടത്തുന്ന അവസ്ഥയും, പള്ളിന്റെ കാര്യങ്ങൾ തന്നെ, മദ്രസയുടെ കാര്യങ്ങൾ തന്നെ, എല്ലാവർക്കും ഉള്ള പ്രശ്നം അതാ. മാനസികമായി ചിന്തിച്ചു കൂട്ടി ഒരു കൊല്ലം മുഴുവൻ ഈ ഒരു വിരോധങ്ങൾ, വിഷമങ്ങൾ അനുസരിച്ച് എന്താ മനസ്സുകൊണ്ട് നശിച്ചു പോകുക എന്നല്ലാതെ, സമയം കളയാന്നല്ലാതെ. അപ്പൊ ചിന്തയെ പോലും ശുദ്ധിയാക്കാൻ ഈ റമളാനിന് കഴിയും. അപ്പൊ അതിനെ സ്വീകരിക്കാൻ നമ്മൾ കഴിയണം. ഞാനൊരു കഥ പറയാം. മഹാനായ റിഫായി തങ്ങൾ, അതായത് ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനത്തെ ചിന്തയുള്ള ആളുകൾ, ഞാൻ വലിയ ആളാണ്, ഞാൻ ഉഷാറാണ്, ഞാൻ ആരുമാണെന്ന് ചിന്തിച്ച് ഇങ്ങനെ കൂട്ടുന്ന ആളുകൾക്ക് നന്നാവാൻ തന്നെ സാധിക്കില്ല. റിഫായി തങ്ങളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ നന്നാവാൻ വന്നാണ്. ഒരു മെയിൻ ചെയ്തില്ല, നാട്ടി ഓടിച്ചു. താരീഖിൽ കാണാം 2-3 തവണ നാട്ടി ഓടിച്ചു. 3ാമത് പറഞ്ഞ് ഞാൻ മരിക്കാണ്ടെങ്കിൽ നന്നാവില്ല, ഞാൻ മരിക്കേണ്ടെന്നാവില്ല. അപ്പൊ ചെറുപ്പക്കാർ ഭയങ്കര സങ്കടമായി. 30 ഏറ്റവും ബഹുമാനിക്കുന്നല്ലേ ആദ്യം ഒരാളെ നമ്മൾ ഏറ്റവും സ്നേഹിക്കണം. അത് ആരാവട്ടെ, ഓരോരുത്തർക്കും വ്യത്യസ്ത ആളുകളായിരിക്കും. ഇപ്പൊ നമ്മൾ ഏറ്റവും ആദരിക്കുന്ന ആള് നമ്മളെ വേണ്ടാത്ത, നമ്മളെ മെയിൻ ചെയ്യുന്നില്ല, ഇനി ഞാൻ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞ സങ്കടം. അതേപോലെ തന്നെ ഈ വിഭാഗങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ആളാണ്. അവനോട് പറഞ്ഞു, ഞാൻ മരിക്കണ്ടെങ്കിൽ എന്നാവില്ല. അവന് ഭയങ്കര വിഷമായി, സങ്കടപ്പെട്ട് കരഞ്ഞ്. പിന്നെ വിഷമല്ല, വെള്ളമല്ല, സങ്കടം. അങ്ങനെ വീണ്ടും വന്നിട്ട് 3-4 തവണ വീണ്ടും വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇനി നിങ്ങൾ ഞാട്ടി ഓടിക്കരുത്, കരയാണ്, സങ്കടത്തോടെ. നമ്മുടെ ചരിത്രം കിതാബുകളിൽ താരീഖിൽ നമ്മൾ കാണാൻ കഴിയുന്നത് കരഞ്ഞിങ്ങനെ മുമ്പ് തളർന്നിട്ട്, ഭക്ഷണമില്ല, വെള്ളമല്ല, തളർന്നുകൊണ്ട് വന്നപ്പോ ഈ ഭാഗത്തങ്ങൾ ഇങ്ങനെ ചേർത്തി പിടിച്ചു. മോനെ, ഞാനെന്താ എന്നോട് പറഞ്ഞത്? ഞാൻ മരിക്കാന്നാവില്ല എന്നോട് പറഞ്ഞില്ലേ? ഉണ്ട്, നിങ്ങൾ അത് പറഞ്ഞതാണ് ഇങ്ങനെ തളർത്തിയത്. ഞാൻ ഇത്ര ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ല തങ്ങളെ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല തങ്ങളെ, ഞാൻ ആകെ പ്രയാസത്തിലായിരുന്നു തങ്ങളെ. നിങ്ങൾ അതൊന്ന് വർത്താനാണ് എന്നോട് പറഞ്ഞു. മോനെ, ഞാൻ അതൊന്നുമല്ല പറഞ്ഞത്. നീ ആദ്യം വന്ന സമയത്ത് തന്നെ നിന്റെ കൽവിൽ ഇനി ആരോ എന്നൊരു ചിന്ത എൻ്റെ ഉണ്ട്. അത് ആദ്യം ഒഴിവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെടുത്തത്. അല്ലാതെ ഞാൻ മരിക്കാറില്ല. ഇനി ഞാൻ ആരോ എന്നുള്ള ചിന്ത ഉണ്ടല്ലോ, അതവിടെ മാറ്റിക്കണം. എന്നാ നന്നാവും. ഇന്ന് മുതൽ ഒരു പ്രശ്നം, ഇപ്പൊ ഇനി അല്ല ഉഷാറായിട്ടുണ്ട്, അല്ല ഭക്ഷണം കഴിക്കുക, സന്തോഷമായി. അവിടെ നമ്മൾ വലിയ മഹാനായി ചരിത്രത്തിൽ കാണാം. പറഞ്ഞത് നമ്മുടെ കൽവിൽ ഞാൻ ആരോ എന്ന ചിന്ത മാറ്റിവെച്ച്, പരിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കാലാകാലം രക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾക്കും അതോടൊപ്പം തന്നെ ചെയ്യുന്ന നന്മകൾക്കും ശക്തി പകരാനുള്ളതാണ് റമളാൻ. അതാണ് പ്രകാശത്തിന്റെ കഴിവെന്ന് പറയുന്നത്. ഈമാന്റെ പ്രകാശം അത് വർദ്ധിപ്പിക്കുക. നമ്മളൊക്കെ ഈമാനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴില്ല. നമ്മളെ ഈമാനെ പറ്റി നമ്മളെ തന്നെ ചിന്തിക്കല്ല. കാരണം നമ്മളിപ്പോ ഉമ്മയും ബാപ്പയും മുസ്ലിമാണ്, അവിടെ ഞാൻ മുസ്ലിമാണ്, അതാ നമ്മള് വിചാരം. ഞാനും ഒന്നായത് അത്രയെ കുറ്റിയിട്ടൊന്നുമില്ല.
ഒതുക്കണ പരിപാടിയൊന്നുമില്ല. നബിതങ്ങൾ എല്ലാ ദിവസവും സ്വഹീഹായ ഹദീസിൽ കാണാം, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തിന് ചാഞ്ചാട്ടം വരുത്തുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്. നബിതങ്ങൾ എല്ലാ ദിവസവും വരക്കണം. നബിക്ക് ഈമാൻ ഇല്ലാതെ പറയാൻ പറ്റും. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, രണ്ടാം നമ്പർ സിദ്ദീഖ് തങ്ങളാണ് നമുക്ക് ഉറപ്പുള്ളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിക്കണത് വേണം. സിദ്ദീഖ് തങ്ങൾ പറയുകയാണെങ്കിൽ 300 ചില്ലാനും ഈമാനിന്റെ ശാഖകൾ ഉണ്ടല്ലോ. ഈ കഥ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ ഇത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കരയാം. പിന്നെ നബിയോട് നബിയെ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ ചോദിച്ചു. എല്ലാം സിദ്ദീഖ് എന്നൊക്കെ ഉണ്ട്, എല്ലാം. ആ സിദ്ദീഖ് തങ്ങള് അതേപോലെ തന്നെ ഒരു സുബൈന്റെ സമയം നമുക്കറിയാം, സയ്യാജിതാണ്. സുബൈന്റെ നേരായപ്പോൾ നബി തങ്ങൾ എനിക്ക് ചോദിച്ചു, ആരാണ് ഇവിടെ നോമ്പ് നോക്കി വന്നിട്ടുള്ളത്? എല്ലാവരും ചോദിക്കേണ്ട, റസൂലുള്ളാഹി ചോദിക്കുകയാണ്. അപ്പൊ സഹാബത്ത് അങ്ങോട്ടും കൊണ്ട് നോക്കി, ആരാപ്പുള്ളത്? സിദ്ദീഖ് തങ്ങൾ. അനയാ റസൂലല്ലാഹ്, ഞാൻ. രണ്ടാമത് ചോദിച്ചു, ആരാണ് ഒരു പാവപ്പെട്ടവനെ സഹായിച്ച് ഇവിടെ വന്നിട്ടുള്ളത്? സുബൈന്റെ അങ്ങനത്തെ പേരുണ്ടാവോ? വൈകുന്നേരം ചോദിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ അന്നേരം ഇടയിലുണ്ടാവും, സുബൈന്റെ നേരത്തെ. അപ്പൊ എല്ലാവരും അങ്ങോട്ടും കൊണ്ട് നോക്കി, ആരാളുള്ളത്? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാൻ. ഒരു രോഗിയെ സന്ദർശിച്ച് ആരാ അങ്ങോട്ട് വന്നു വിളിച്ചു? സുബൈന്റെ നേരത്തെ. എല്ലാവരും അങ്ങോട്ടും കൊണ്ട് നോക്കി, അനയാ റസൂലല്ലാഹ്, ഞാൻ. ഒരു ജനാസയെ സന്ദർശിച്ച് ആരാണ് ഇങ്ങോട്ട് വന്നത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, അനയാ റസൂലല്ലാഹ്, ഞാൻ. നബിതങ്ങൾ എന്നെ അത്ഭുതപ്പെട്ടു. എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു, ഈദും മാലും ഒരുമിച്ച് കൂടിയവൻ സ്വർഗത്തിൽ അല്ലാതെയില്ല എന്ന് ഹദീസിൽ പറഞ്ഞു. അപ്പൊ സിദ്ദീഖ് തങ്ങൾ നേരം വെളുത്തിറങ്ങുമ്പോൾ തന്നെ എന്തുണ്ടോ എന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ പറഞ്ഞു, ഇവിടെ ഒന്നൊരു റൊട്ടിയല്ലേ, നമ്മളെ മോനെ എടുക്കണേ. എന്നാ പിന്നെ ഞാൻ നോമ്പ് വെച്ചോളൂ കേട്ടോ. ഞാൻ നോമ്പ് വെച്ചു ആ റൊട്ടി കഴിച്ചു മോനെയും കൊണ്ട് പള്ളിയിൽ തന്നെ. വൈകുന്നൊരാളെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി ശരിയാണ്. മോൻ്റെ കയ്യിൽ നിന്ന് റൊട്ടി കൊണ്ടിറങ്ങി കുറച്ചും മുക്കാലും മുറിച്ചിട്ടാണ് കൊടുത്തു വായിക്കാൻ. പോയിരുന്ന വഴിക്ക് പെണ്ണുങ്ങളെ, ഞങ്ങൾക്ക് സുഖമല്ല കേട്ടോ, നമ്മളൊന്ന് കാണണേ. എന്നാൽ അമ്പയ്ക്ക് എന്നാണ് പോയി അങ്ങനെ കണ്ട് പഠിക്കണ്ടേ. ഇങ്ങനെ നന്മകൾ ചെയ്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈമാനിന്റെ ഏറ്റവും പുണ്യനബിന്റെ കൂടെ ഏറ്റവും നടന്ന ആളാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏറ്റവും സിദ്ദീഖ് തങ്ങൾക്ക് നബിയോടുള്ള മഹബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ ഒരിക്കല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ അബൂ ഖുഹാഫ സിദ്ദീഖ് തങ്ങളുടെ വാപ്പ, പ്രായമായ വാപ്പയാണ്, കണ്ണാടില്ല, വാപ്പാനെങ്ങനെ തോളിൽ വെച്ചിട്ട് ഇങ്ങനെ സിദ്ദീഖ് തങ്ങൾ വേറെ ആളെ കൊണ്ടുവരിക. അപ്പൊ നബി തങ്ങൾ എന്തിനാണ് സിദ്ദീഖ് എന്തിനാ കൊണ്ടുവരുന്നത് അറിയോ? മുസ്ലിം ആവാൻ കൊണ്ടുവരികയാണ്, പ്രായമായ ആൾ. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നബി തങ്ങളുടെ മുമ്പിലെത്തി. അപ്പൊ നബി തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നല്ല സിദ്ദീഖ് നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നത്? അങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ എല്ലാവരും തക്ബീർ കൊടുക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുസ്ലിം ആകാൻ വരികയാണ്. ആ സന്തോഷം ഇങ്ങനെ ഭയങ്കര സന്തോഷം, എല്ലാവർക്കും സന്തോഷം, ഭയങ്കര തക്ബീർ. ഇങ്ങനെ എല്ലാവരും തക്ബീറിന്റെ ധ്വനികൾ ഇങ്ങനെ മദീന പള്ളിയിൽ വഴങ്ങി കേൾക്കുകയാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ ഒരു പള്ളിയുടെ ഭാഗത്ത് പോയിട്ട് ഒട്ടിങ്ങനെ കരയാൻ. നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് സിദ്ദീഖെ കരയുടെ? സാഹബത്ത് മുഴുവൻ ചോദിച്ചു, കാരണം എല്ലാവരും സന്തോഷിക്കും. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ മറുപടി, നബിയെ നിങ്ങൾ എളാപ്പ, അതായത് നബി തങ്ങളുടെ വാപ്പ യതീമായിട്ടാണ് പിന്നെ ജനിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് 6-7 വയസ്സ് വരെ നോക്കിയത് ഉമ്മയാണ്. അബവായിലേക്ക് ഉമ്മ മോനെ കൊണ്ട് സിയാറത്ത് കൊണ്ടു. മോനെ വാപ്പാന്റെ കബറെടുത്ത് പോയില്ലേ. 6 വയസ്സായ മോനെ കൊണ്ട് മഹദിയായ പിന്നെ പുണ്യനബിയുടെ ആമിന ബീവി കൊണ്ടുപോകുന്ന പുണ്യനബിയെ കൊണ്ടുപോയിട്ട് അബവായി വാപ്പാന്റെ കബറെടുത്ത് കൊടുക്കുന്നത്. വാപ്പാന്റെ കബറട്ടെ ഇങ്ങനെ കരയണ രംഗം താരീഖിൽ നമുക്ക് വായിച്ചാൽ നമ്മളെന്നെ കരയും. ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ് അത്. കിതാബിൽ ഇങ്ങനെ കാണാം, പുണ്യനബിയുടെ താരീഖ് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ കരയുന്നു, ഭയങ്കരമായി കരച്ചിൽ. അബവായി വെച്ചുകൊണ്ട് ആമിനാബിയെ കരയണം. കുറേ ജൂതന്മാരും മറ്റവരൊക്കെ വരുന്ന ആളെ കുടുംബക്കാരെ വരണ്ട, അവിടേക്ക് പോയിട്ട് താമസിച്ചു. ജൂതന്മാര് പോലും വന്നിട്ട് ആമിനാബിയോട് ആമിന, ഞങ്ങൾക്കൊന്ന് ആ മോനെ കൊണ്ട് അഹ്രിജീലന മുഹമ്മദ, അങ്ങനെയാണ് പ്രയോഗം കിതാബ്. അഹ്രിജീലന മുഹമ്മദ, ആ മുഹമ്മദിനെ ഒന്ന് ഞങ്ങൾക്ക് വിട്ടുതരുമോ? ആ മനോഹരമായ സുന്ദരനായ മുഹമ്മദിനെ ഞങ്ങൾ ചേർത്തി പിടിക്കാൻ എന്ന് ജൂതന്മാർ പോലും ഒന്ന് ആവശ്യപ്പെട്ടു. ആൾക്കാർ കൂടിയ ആമിനാബി മോനോട് പറഞ്ഞു നമ്മൾ പോകുന്നത്. അങ്ങനെ അബവായി വെച്ചിട്ട് തന്നെയാണ് ആമിനാബി വഫാത്താക്കുന്നത്. ഒരു പാട്ട് പാടാറുണ്ട്, ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ പാട്ടുകാരനല്ല, അപ്പോൾ എനിക്കറിയില്ല. അബവാഇൻ ദേശത്ത് ആമിന ബീവി
അന്ത്യ സമയത്ത് അവരന്ന് തേങ്ങി. പാട്ട് പാടില്ല കേട്ടോ. അപ്പൊ ആ കഥ, ആ പാട്ടുകളെ കേട്ടാൽ ഈ സംഭവം കൃത്യമായും കണ്ടിരിക്കും. ഉണ്ട്, നല്ല പാട്ടുകാരുണ്ടല്ലേ, ആ പാട്ടുകൾ പാടണം. വളരെ മനോഹരമായ അതിലിങ്ങനെ പറഞ്ഞു, ഉമ്മ ഉപ്പ ഉപ്പ എന്നും വിളിക്കാൻ ഉടനെ അടക്കി പിടിച്ചോ കരയാൻ. ഗവായിലിങ്ങനെ പനി കൊണ്ട് വന്നിട്ട് അമിനമിന് തളർന്ന് ടെന്റ് കെട്ടാൻ പറയാം. 6 വയസ്സായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അങ്ങനെ ആ ടെന്റ് കിടന്നിട്ടാണ് ഇങ്ങനെ ക്ഷീണിക്കുന്നത്. ഇനി പോകാൻ കഴിയില്ല കേട്ടോ. മോനങ്ങനെ ചേർത്ത് നെഞ്ഞത്തിൽ വെച്ചിട്ട് പറയുന്നതാണ്, ഇനി ആരാ നോക്കുക, ആരാണ് ഭക്ഷണം തരിക, ആരാണ് മോനെ അങ്ങനെ നോക്കുക എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നതാണ്. അതാണ് പറയുന്നത്. ഇപ്പോൾ ഉമ്മ മരിച്ചാൽ നമുക്ക് വാപ്പാനിട്ട് ഇങ്ങനെ വരിക, വാപ്പ അങ്ങളുണ്ടല്ലോ, വാപ്പ വെച്ചാൽ ഉമ്മ അങ്ങളുണ്ടല്ലോ, ഒരു സമാധാനം. അതാണ് ഉപ്പ എന്നും വിളിക്കാൻ ഉടനെ അടക്കി പിടിച്ചോ കരയാൻ. അവിടെ ഉപ്പല്ല, വേറൊരാളുമില്ല, വല്ലാത്ത രംഗമാണ്. ആ സമയത്ത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മു അയ്മന്റെ കയ്യിലേക്ക് ആമിന ബി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ കൈപിടിച്ച് ഏൽപ്പിക്കുന്ന രംഗം. എന്നിട്ട് പറയാണ്, പൊന്നുമോനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉമ്മൈമൻ തങ്ങളെ കയ്യിലേക്ക്, ഉമ്മൈമന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഉമ്മൈമൻ കൊണ്ടുപോയി എളാപ്പാനെ ഏൽപ്പിച്ചു. നോക്കണേ, എളാപ്പയാണ് പുണ്യനബിയെ പിന്നെ നോക്കണത്. ആ എളാപ്പ മുസ്ലിം ആയിട്ടില്ല. എളാപ്പ മരിക്കുന്ന സമയത്ത് മുസ്ലിം ആയിട്ടില്ല. ആ സമയത്ത് നബിതങ്ങൾ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ എളാപ്പ നിങ്ങൾ ഇതിലേക്ക് വരി എന്ന് പറഞ്ഞപ്പോൾ മോനെ ഞാൻ വന്നപ്പോൾ എൻ്റെ അഭിമാന പ്രശ്നമാണ്. നബിതങ്ങൾ ഇങ്ങനെ ശരീരം ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. എളാപ്പ മുസ്ലിം ആവാത്ത വിഷമം നബിതങ്ങളെ കണ്ണിങ്ങനെ ഒരുക്കുകയാണ്. ഖുർആൻ ഇറങ്ങിയത്, നബിയെ വിഷമിക്കരുത്, നിങ്ങൾ ഉദ്ദേശിച്ച ഹിദായത്തിലാകുന്ന സങ്കടപ്പെടുന്ന സമാധാനത്തിന്റെ ആയത്തിറക്കി കൊടുത്തു പുണ്യനബിക്ക്. അപ്പോ ഈ ഇവര് മുസ്ലിം ആവാത്ത സങ്കടം നബിക്കുണ്ട്. നിങ്ങൾ നോക്കണേ, സിദ്ദീഖ് തങ്ങൾക്ക് നബിയോടുള്ള മഹബത്ത് എത്രേ. വാപ്പ മുസ്ലിം ആകുമ്പോ കരയാ, നബിയെ നിങ്ങൾ എളാപ്പൊന്നും മുസ്ലിം ആകുന്നല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അത് കാണാൻ എനിക്ക് പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമുള്ള സിദ്ദീഖ്. ആ ഇതിന്റെ വിഷയമല്ല, ആ സിദ്ദീഖ് തങ്ങൾ എല്ലാ ദിവസവും ദുആ ചെയ്യുന്ന ദുആയാണ്, റബ്ബന ലാ തുസിഗ് ഖുലൂബനാ, റബ്ബ് എൻ്റെ ഖൽബിനെ മാറ്റരുത്, ബഅദ ഇദ് ഹദൈതനാ, ഹിദായത്താക്കിയതിന് ശേഷം. എന്നിട്ട് അതിലേക്ക് ഞാനും നിങ്ങളും രണ്ടാമത്തെ അമ്മ ഇമാനെ കുറിച്ച് നമ്മളെ കഥ എന്താ? അതുകൊണ്ട് റമദാനിലേക്ക് ആദ്യം കലിമത്ത് തൗഹീദിനൊന്ന് ചെല്ലണമെന്നർത്ഥം. എന്നിട്ട് നമ്മുടെ ഖൽബിനെ പാകപ്പെടുത്താൻ അവസാനിപ്പിക്കുക, നമ്മുടെ ഖൽബിനെ അത് സ്വീകരിക്കാൻ പാകപ്പെട്ടതാക്കി മാറ്റി. എന്നിട്ട് റമദാനിനെ നോമ്പെടുക്കാൻ നിർബന്ധമായി നോമ്പ് ഖളാറുള്ളവർ അതിന്റെ മുന്നേ മുത്ത് കൊടുത്തുകൊണ്ടേണ്ടി വരും, നോറ്റ് വിട്ടേണ്ടി വരും. അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. മറ്റൊരു ഇബാദത്ത് പോലെയല്ല. അപ്പൊ നിങ്ങളിപ്പോ ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തു, അതിപ്പോ എത്ര ആള് ഇവിടെ എല്ലാവരും അറിയാം, എല്ലാവരും അറിയാം. വട്ടോളി എത്തുമ്പോൾ ഇറക്കുമ്പോഴേക്ക് അവിടെ ഓരോന്ന് ഇറക്കുമ്പോഴേക്ക് വട്ടോളിക്കാരും കുറെ അറിയാം. അതേപോലെ കൊടുത്തു കഴിയുമ്പോൾ പോലൊക്കെ അറിയില്ലേ. പക്ഷെ നോമ്പ് അങ്ങനെയല്ല. അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള രഹസ്യമാണ് നോമ്പ്. ആരും കാണാതെടുക്കാൻ പറ്റില്ല. അതാണ് ഈ അമലിന് അത്രയും പവറാണ്, അത്രയും പവറാണ്. അതുകൊണ്ടാണ് നോമ്പിനുള്ള കൂലി അതിന് കൂലി പറയാനൊന്നുമില്ല, അതിന് ചെറിയ കൂലി പറയും. ഏതാ ചെറിയ കൂലി അറിയാം? ബുഖാരി മൻ صام يوما بعد الله وجهه او بعد എന്നൊക്കെ بعد الله وجهه عن النار 70 خريفا. ഒരു നോമ്പ് ഒരാൾ നോറ്റാൽ, ഒരു നോമ്പ് മൻ صام يوما, ഒരു ദിവസം 70 കൊല്ലത്തെ വൈദൂരം നരകത്തിൽ നിന്ന് അവരെ ഞാൻ വിദൂരത്താക്കുമെന്ന് അല്ലാഹു പറയാം. ഉണ്ണിനെ പറഞ്ഞ 70 കൊല്ലത്തെ വൈദൂരം. നോമ്പെടുക്കാൻ കഴിയോ എന്നുള്ളത് നമ്മൾ പരിശീലിക്കേണ്ടത്. എങ്ങനെ നോമ്പായിട്ട് നോറ്റാൽ പിന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന എല്ലാ പണിയെടുക്കും. എന്തിനു നിയന്ത്രിക്കണം? ഒന്ന് കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റണം. ഹറാമിൽ നിന്ന് കണ്ണിനെ ചുമ്മാൻ കഴിയണം. കുല്ലു ഐനിൻ ബാഖിയ ഇല്ലാ ഐനിൻ വല്ലത് അൻ മഹാരിമില്ലാ. ആദരത്തിൽ എല്ലാ കണ്ണും കരിയും, ഒരു കണ്ണ് കരിയില്ല. ഹറാമുകളെ തൊട്ട് ചുണ്ടിയ. അപ്പൊ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റണം, നാവിനെ നിയന്ത്രിക്കാൻ പറ്റണം.
അതാണ് ഈ നോമ്പിന് ഇത്ര കൂലി കിട്ടുന്നത്. നാവിനെ നമ്മൾ വിചാരിക്കും ഈബത്തൊന്ന് ഹറാമെന്ന് ഒക്കെ നിയന്ത്രിച്ചാൽ പോരാ. നാവിനെ പ്രത്യേകമായ ഫുഖഹാ രേഖപ്പെടുത്തുന്നു ഖൗൽ എന്ന് പറയും. അൽ കലാമ ഫീമാ ലാ യൻബഗി. അതിന്റെ അർത്ഥം ഒരാവശ്യമില്ലാതെ സംസാരിക്കാൻ. അപ്പൊ നമുക്ക് നോമ്പിനെ കുറച്ച് സ്വറ പറയാൻ പറ്റുന്ന വിചാരിക്കുക, നോമ്പ് കുറച്ച് സ്വറായിട്ട് പറയാൻ നിൽക്കുക, അത് കലാം ഫീമാ ലാ യൻബഗി. ആവശ്യമില്ലാത്ത ആ സംസാരം കൊണ്ട് നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നു. എന്നാ നോമ്പ് നോറ്റിയോ ചെയ്യൂല, നോമ്പ് ഒറ്റയും ചെയ്യൂല. അപ്പൊ നോമ്പ് അത്രയും പ്രധാനം, അതതിനാണ് കൂലിയത്. അപ്പൊ അനാവശ്യമായ ഒരു ഗുണവും പറയുന്നവനുമില്ല കേൾക്കുന്നവനുമില്ല. അങ്ങനത്തെ സംസാരം ഒഴിവാക്കിയാൽ നോമ്പിന്റെ പരിപൂർണമായ കമാലിയത്ത് എന്ന പ്രതിഫലം കിട്ടും. ആ കമാലിയത്ത് കിട്ടുമ്പോഴാണ് ഒരു നോമ്പിന് അല്ലാഹു ഇങ്ങനെ സ്വർഗം തരുന്നത്. അങ്ങനെ നോമ്പ് എടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യണം. അതിന് നമ്മൾ ശ്രമിക്കണം പ്രത്യേകിച്ച്. അതേപോലെ തന്നെ അവസാനമായി ഓർമ്മപ്പെടുത്തേണ്ടത് നിസ്കാരം. നിസ്കാരം ഖളാഅക്കുന്ന കാര്യം. ഇവിടെ ഞാനിപ്പോ ഒരുപാട് കുറച്ച് ദിവസമായി വന്നിട്ട് ഞാൻ അറിയുന്ന ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഉള്ള റൂമുകൾ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് കാണാൻ പറ്റി. പോയ സമയത്തൊക്കെ പല ആൾക്കാരും നിസ്കാരം എങ്ങനെ എല്ലാം കൂടിയൊക്കെ ഇങ്ങനെ ബുദ്ധിസ്കരിക്കലാണ്. എല്ലാം കൂടെ ഞാൻ അനുഭവിച്ചൊരു കാര്യം കൂടെ പറയണല്ലോ തന്നെ കേട്ടോ. അതെല്ലാം കൂടി നിസ്കരിക്കും. അപ്പൊ നിസ്കാരം എന്നുള്ളത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പല ആളുകൾക്കും അത് ഗൗരവത്തിലെടുക്കാത്ത ഉണ്ടെന്ന് മനസ്സിലായി. നമ്മളെ കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. നിസ്കാരം വളരെ കൃത്യമായി. നിസ്കാരം ഖളാഅുള്ള ആളുകൾ ഇനി എന്ത് കൃത്യമായ ഇബാദത്തിന് കാര്യമില്ല. നിസ്കാരം അത്രയും പ്രധാനമാണ്. റമദാനിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റമദാനിൽ ഒരു നിസ്കാരം പോലും നമുക്ക് ഖളാഅാവില്ല. റമദാനിൽ എന്നല്ല, ജീവിതത്തിൽ ഖളാ പറ്റില്ല. നമുക്ക് നിസ്കാരം പ്രായപൂർത്തിയാകാത്ത ഖളാ ഉണ്ടെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിസ്കാരം ഖളാഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഹലാലായ യാത്ര പോലും പാടില്ല. അയാൾ എന്ത് ചെയ്യുന്ന അറിയാം. അയാൾക്ക് ജോലിക്ക് പോവാം, അയാൾക്ക് രോഗം അയാൾ കാണിക്കാൻ പോവാം. ബാക്കിയുള്ള മുഴുവൻ സമയവും അയാൾ നിസ്കാരം ഖളാഇലേക്ക് കൊണ്ടേയിരിക്കണമെന്നാണ് നിയമം, ശറഈഅ് നിയമമാണ്. എന്നാൽ നിസ്കാരം അത്രയും ഗൗരവമാണ്. നിസ്കാരം ഖളാഉള്ളവൻ മറ്റൊരു പണിക്കും പാടില്ല. ഹലാലായിട്ട് ബീച്ചിൽ പോകാൻ പാടില്ല, നിസ്കരിച്ച് കൂട്ടിക്കൊള്ളണം. നിസ്കാരം നിസ്കരിക്കാത്തവന് നായുടെ വില പോലും നീണ്ട. വസാലിമാന്റെ ഒരു ഇതിൽ കാണാം, പിന്നെ നിസ്കരിക്കാത്തവൻ തിന്ന പ്ലേറ്റിൽ നായ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നായ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. ഇത് നമ്മൾ കൃത്യമായി നമ്മൾ പാലിക്കണം. 7 വയസ്സായ മക്കളെ നിസ്കാരം കൊണ്ട് പഠിപ്പിക്കണം, ശീലിപ്പിക്കണം, പരിശീലിപ്പിക്കണം. അത് നിസ്കാരം എന്നല്ല, ശറഈഅ് നിയമം, ഇബാദത്തിന്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് വിദേശത്തുള്ള സമയത്ത് നമുക്ക് പരിശീലിക്കാൻ സുഖമാണ്. നിസ്കാരങ്ങൾ, നോമ്പുകൾ, മറ്റ് ഇബാദത്തുകൾ, അവർക്ക് മറക്കുന്നത് എല്ലാം ചെറുപ്പത്തിലേ പരിശീലിപ്പിച്ചുകൊണ്ടാണ്. ഇത് ശറഈഅ് വുജൂബൻ നൽകി വാപ്പാക്ക് നിർബന്ധമാണ്. വുജൂബൻ നൽകി വാപ്പാക്ക് നിർബന്ധമാണ്. ഫിഖ് അങ്ങനെ പഠിപ്പിക്കുന്നത്. വുജൂബൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ചെറുപ്പത്തിലേ പരിശീലിക്കും. ചില കുട്ടികളൊക്കെ ഇങ്ങനെ പ്രോപ്പോ അതൊക്കെ പഠിച്ചിട്ട് വല്ലാതെ അവർക്ക് മറക്കാതെ ചെറുതല്ലേ, കുറച്ചു കഴിഞ്ഞാണ് അധ്യാപകർ പാടില്ല. ചെറുപ്രായത്തിൽ പ്രാക്ടീസ് ചെയ്യും. അവ നിസ്കാരം തന്നെ പറഞ്ഞു തരുന്നത് റമദാനിലെ നിസ്കാരം. ആ നിസ്കാരം ഫർളായ നിസ്കാരം മരണവശാൽ നമ്മൾ ഖളാഅക്കരുത്. ഒരു വിലയും അവന് തീയില്ല. ജമാഅത്തിനൊക്കെ കഴിയില്ല. നമുക്ക് റൂമിലെല്ലാവരും ജമാഅത്ത് ആക്കാലോ. ജമാഅത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞാൽ എന്താ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പരിമിതി ഇല്ലെങ്കിൽ റൂമിലുള്ള ആളുകളെ കൂടിയെങ്കിലും റമദാനിലെങ്കിലും ശ്രദ്ധിക്കണം. ജമാഅത്ത് ഖുർആനിൽ ജമാഅത്തിനെ കുറിച്ച് ഒരു ആയത്ത്, യുദ്ധത്തിന് പോയ ആളുകൾ എങ്ങനെ നിസ്കരിക്കണം. എന്താ യുദ്ധത്തിന് പോയ ഒറ്റപ്പെട്ട നിസ്കരിച്ചാൽ പോലെ. ഖുർആനിലെ ആയത്ത് എന്താ, ജമാഅത്തായിട്ട് എങ്ങനെ നിസ്കരിക്കണം എന്നാണ്. നിങ്ങൾ ഒരു സഫുള്ള ആൾ നിൽക്കുമ്പോൾ മറ്റേ സഫാനെ ഇരുന്നോളി, മറ്റേ സഫാനെ നിൽക്കുമ്പോൾ മറ്റോ സുജൂദ് പോകുമ്പോൾ ഖിയാമിലാവട്ടെ എന്ന് പറഞ്ഞ ആയത്ത് കൃത്യമായി ജമാഅത്തിനെ, യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് ജമാഅത്ത് വിശദീകരിക്കുന്ന ഖുർആൻ. ജമാഅത്തിന്റെ എത്ര അത്രക്ക് പ്രതിഫലമാണ്. മഹാന്മാരായ ആളുകൾ ഈ ജമാഅത്ത് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയവർ ഒരു തോട്ടത്തിൽ ഇങ്ങനെ ജോലി ചെയ്തിട്ട് വലിയ ഏക്കറക്കണക്കിന് മുമ്പുള്ള സഹാബിയാണ്. അയാൾ ഓടി ജമാഅത്ത് കിട്ടിയ പള്ളിയിലെത്തിയപ്പോൾ തോട്ടം കിട്ടാൻ ജമാഅത്ത് ശേഷം തോട്ടം വേണം. അത്രയ്ക്ക് ഗൗരവമാണെന്നർത്ഥം. നമുക്കത് നിസ്സാരമായി കാണരുത്.
ജമാഅത്തിന്റെ കാര്യത്തിൽ വിദേശികളായ എല്ലാവരും നമ്മുടെ റൂമിന്റെ പരിധിയൊക്കെ എടുത്ത് ജമാഅത്ത് നിർബന്ധമായിട്ടും നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. ഒരാളാണെങ്കിൽ ഒരാളെ കാത്തുനിട്ട് 27 കൂടി വെറുതെ കിട്ടിയല്ലേ. ജിയോ ഓഫർ തന്നപ്പോൾ നമ്മളെല്ലാം ജിയോ സിം പഠിച്ചിരുന്നു നാട്ടുകാർ. അതേപോലെ ഓഫർ പഠിച്ചവനെ തിരിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന ഗുണം നമ്മുടെ കൽബ് ശുദ്ധീകരിക്കുന്നതോടൊപ്പം നമ്മുടെ ആഹ്റത്തിലേക്ക് നമ്മൾ അടുക്കുകയും ഖിയാമത്ത് നടക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ കാലമേ ഉള്ളൂ. നമുക്കിവിടെ 10-60 കൊല്ലം കഴിഞ്ഞാൽ ജീവിക്കാൻ പോലെ 100, 150, 500, 600, 500 കൊല്ലം കിടക്കണ്ടേ. അപ്പൊ കിടന്നാൽ എന്തോ അറിയോ? എല്ലാം അറിയാം. ഒന്നും അറിയാതെ എല്ലാം അറിയാം. എല്ലാം അറിയാം. സംശയമില്ല. നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന അങ്ങനെ നമുക്ക് അവിടെ അനുഭവിക്കാൻ പറ്റണം, ആസ്വദിക്കാൻ പറ്റണം. അപ്പൊ അതിനെ നമ്മളിപ്പോ ഇവിടെ 3 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂറാണ് പറഞ്ഞാൽ തന്നെ നിങ്ങൾ പോലെ സെക്രട്ടറി അങ്ങനെ നോക്കും. അങ്ങനെ ശ്രമം പോലും നമുക്ക് ഇരിക്കാനില്ല. എനിക്കുണ്ടാവും, നമുക്കുണ്ടാവും, ആർക്കും ഉണ്ടാവും. ഇതേപോലെ നമ്മളിപ്പോൾ കവർ കിടക്കുന്ന എത്രാലേ, നമ്മൾ വലിയാപ്പത്രാലേ കവർ കിടക്കുന്നു, വലിയാപ്പാന്റെ വാപ്പത്രാലേ കിടക്കുന്നു. ഈ കിടക്കുന്നവർക്ക് നന്മ ചെയ്തവർക്കേ സന്തോഷമുള്ളൂ, തിന്മ ചെയ്തവർക്ക് സന്തോഷമില്ല. അവരാ ചെറിയ കവറില്ല. ഇതേപോലെ നമ്മളൊക്കെ കൊണ്ടുപോകും. അപ്പൊ ഇവിടെ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ പരിധിയൊക്കെ വെച്ച് മാറ്റി വെച്ച് ജമാഅത്തിൽ നിസ്കാരം എന്റെ ജോലി പാടുകൾ റൂമിൽ അങ്ങനത്തെ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കണം. നോമ്പറ സജീവമായി കുറേ നോമ്പറം കൊണ്ട് കഴിച്ച് മരിക്കുന്നില്ല, ജമാഅത്തില്ല, ഇശാവിലാണ് ജമാഅത്ത്. നമ്മൾ നോമ്പറ നയിക്കുന്നതല്ലേ. ജമാഅത്തിൽ ഒരു നോമ്പറ കഴിക്കണം. ജമാഅത്ത് വളരെ പ്രധാനമാണ്. ഞാൻ നാട്ടിൽ പ്രസംഗിക്കുന്നത് തന്നെ നമ്മളെ പേര് 10-400 ആളെ കൊണ്ട് വിളിച്ച് നോമ്പറയ്ക്കും. പെണ്ണൊന്നും നിൽക്കാരോ ഒന്നുമില്ല, സുന്നത്തില്ല. സുന്നത്തിനൊക്കെ ഊരിയ റമദാൻ ഇതൊരു കൊല്ലം കഴിയുന്നെങ്കിൽ അതുകൊണ്ട് സുന്നത്തിലുണ്ട് ഫർളുകൾ. ജമാഅത്ത് കഥാകളുടെ ആളുകൾ സുന്നത്തിനൊക്കെ ഇരിക്കലാണ്. നിർബന്ധമായും ജമാഅത്ത് നോമ്പിൽ നിങ്ങളെ കരുതി റൂമിൽ എല്ലാവരും വരുന്ന സമയത്ത് ജമാഅത്തായിട്ട് റമദാനിലെങ്കിലും നിസ്കരിക്കണം. കാരണം ഇത് തഖ്വയുടെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ്. റമദാനിനെ പരിഗണിക്കുക. നമ്മളില്ലേ ചില ആൾക്കാരെ പരിഗണിക്കുമോ, അയാൾ എങ്ങനെയല്ലേ, അയാളെ പരിഗണിക്കും. അതേപോലെ റമദാൻ നമുക്ക് തന്ന സമ്മാനമാണ്, അതിനെ ബഹുമാനിക്കണം. സാധാരണ പോലെ തന്നെയാണ് നമുക്ക് വലിയ മാറ്റം ഉണ്ടാവുക. അതുകൊണ്ട് അങ്ങനെ ആവരുത്. നല്ലതുപോലെ പരിഗണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ നമ്മുടെ ദോഷം മുഴുവൻ പൊറുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഒതു എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ദോഷം ഇങ്ങനെ കണ്ണിലൂടെ, മുഖവും കയ്യിലൂടെ, കാലിലൂടെ എല്ലാ ദോഷം പുറത്ത് നടന്ന് പള്ളിയിലേക്ക് പോകാൻ കൂടിയൊന്നും ഇങ്ങനെ അല്ലാഹു നമ്മുടെ ദോഷം പുറത്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരും. അതുകൊണ്ട് നമ്മളെയും മക്കളെയും ഭാര്യയും എല്ലാവരെയും ഇനിയിപ്പോ റൂമിലാരെങ്കിലും പെണ്ണുങ്ങളെ കൂടി ജമാഅത്താക്കണം, പെണ്ണുങ്ങളെ കൂടി ജമാഅത്താക്കണം. അങ്ങനെ ഒരു പണിയില്ലാത്ത കാര്യം വെറുതെ വാങ്ങിയെടുക്കാൻ പറ്റിയ കുട്ടിയാണ്. എന്നാൽ ശറഅ് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് ജമാഅത്ത്. അതുകൊണ്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയും നോമ്പുകളെല്ലാം കൃത്യമായി പാലിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ അവയവങ്ങളെ, നാവിനൊക്കെ ഒന്നും പറയാം, അനാവശ്യമായ സംസാരം വേണ്ട, ഒന്നും വേണ്ട, അതൊക്കെ മാറ്റി വെക്കുക. അതിനെ ഇതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ആരോഗ്യപരമായി നമുക്ക് വലിയ നേട്ടമാണെന്നറിയാം. സമയക്കുറവുടെ ഞാനിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ നാട്ടുകാരാണ്. നാട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെയും കാണുക, നിങ്ങളെയും കാണില്ല. കാരണം ഞാൻ നാട്ടിലല്ല. അതുകൊണ്ട് നാട്ടിലായതിനെ കണ്ടോളുന്നില്ല. കൂടെ പഠിച്ചോണ്ട് കുടുംബക്കാരൊക്കെ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരെയും എല്ലാവരെയും സന്തോഷമില്ല. വലിയ സന്തോഷം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഞാനത് കണ്ട് അനുഭവിക്കുന്നതാണ് എന്ന് കൃത്യമായി ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി എനിക്കറിയാം. ഞാൻ അനുഭവിക്കുന്നതാണ്, എൻ്റെ നാട്ടിലുള്ള അനുഭവിക്കുന്നതാണ്. ഇന്നും അത് ഇത്ര പുഷ്ടിപ്പോടെ അത് നിലനിൽക്കുന്നു പറഞ്ഞത് വലിയ സന്തോഷമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. രാജാതിരാജനായ റബ്ബ് ഈ പരിശുദ്ധ റമദാന്റെ എല്ലാ നിഅമത്തുകളും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രയാസവും ബുദ്ധിമുട്ടുകൾ അല്ലാഹു തീർത്തരട്ടെ. നമ്മളൊക്കെ കുടുംബവും നാടും വീടും വിട്ടുവിടെ അധ്വാനിക്കുന്നതിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊക്കെ ചെറിയ കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും നടന്നു പോകുന്നത്. അതിനുള്ള നിഅമത്ത് അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.